മത്തായി 5-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ മലമേൽ കയറിയ യേശു 8-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലാണ് ഇറങ്ങി വരുന്നത്. നമ്മൾ ദീർഘദിവസങ്ങളെടുത്ത് ഈ ഗിരിപ്രഭാഷണം പഠിച്ചതാണ്. ആ മലയിൽ നിന്നും ഇറങ്ങി വന്നാറെ നടന്ന ഒരു സംഭവത്തെയാണ് മത്തായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗി ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഏതായാലും കുഷ്ഠരോഗിയുടെ ധൈര്യത്തെ അഭിനന്ദിക്കണം. അങ്ങനെ സാധാരണക്കാരുടെ മുമ്പിൽ വരാൻ അനുവാദമില്ലാത്തയാളാണ്, നിയമം അനുവദിക്കാത്തയാളാ കുഷ്ഠരോഗി. എന്നാൽ യേശു ആരാണെന്ന് മനസ്സിലായതുകൊണ്ടാകാം അയാൾ ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയത്. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞത് ആ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ളത്. എന്താ പറഞ്ഞത്? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. സ്തോത്രം. നമ്മെ സൗഖ്യമാക്കുവാൻ കർത്താവ് വരണമെന്നില്ല, നമ്മളെ തൊടണം എന്നില്ല. മത്തായി ഇതേ അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, ശതാധിപൻ ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ മതിയെന്ന്. എന്നാൽ അതിനും പുറകിൽ ഈ കുഷ്ഠരോഗി പറയുന്നു, വാക്കുപോലും കൽപ്പിക്കണ്ട കർത്താവേ, അങ്ങേക്ക് മനസ്സായാൽ മാത്രം മതി. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് വേറെ ഒന്നും ചോദിക്കണ്ട. കർത്താവേ, നിന്റെ വചനം അയച്ച് സൗഖ്യമാക്കണേ, നീ തൊട്ട് സൗഖ്യമാക്കണേ, ഒന്നും വേണ്ട. ഒന്നും പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല കേട്ടോ, അതൊന്നും അരുതാത്ത പ്രാർത്ഥനയല്ല. പക്ഷേ അതൊന്നും നമുക്ക് പ്രാർത്ഥിക്കണ്ട. എന്നാൽ ഇത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് മനസ്സാകണമേ. കുഷ്ഠരോഗിക്ക് യേശുക്രിസ്തുവിന്റെ ശക്തിയിൽ വിശ്വാസക്കുറവില്ല. നിനക്ക് കഴിയും. അത് തന്നെയായിരുന്നു ദാനിയേൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന 3 എബ്രായ ബാലന്മാരും നെബൂഖദ്നേസരിനോട് പറഞ്ഞത്. നെബൂഖദ്നേസരേ, നിന്നോട് ഈ വിഷയത്തിൽ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ സ്വതന്ത്ര ഭാഷയിൽ പറയുക, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം. ആ ദൈവത്തിന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും വിടുവിപ്പാൻ കഴിയും. ഇനി വിടുവിച്ചില്ലെങ്കിലോ? അതാണ് ഈ കുഷ്ഠരോഗി പറഞ്ഞു വെച്ചത്. വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും, പക്ഷേ അത് അവന്റെ മനസ്സിനെ, അല്പവും കൂടെ പെന്തക്കോസ്ത് ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തെ ആശ്രയിച്ചിരിക്കും. സ്തോത്രം. നമുക്ക് ദൈവശക്തിയിൽ സന്ദേഹങ്ങളില്ല, സംശയമില്ല. നോ ഡൗട്ട് അറ്റ് ഓൾ ഇൻ ദ പവർ ഓഫ് ഗാഡ്. നോ ഡൗട്ട് അറ്റ് ഓൾ. Even if there is a doubt, that is about God's will, whether it is his pleasure or not. If you will, O Lord, you can make me whole. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവ് പറയാണ്, യെസ് ഐ വിൽ. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. അത് മാത്രം മതി. അതുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ വിഷയങ്ങളിൽ, നമ്മുടെയും ഏത് വിഷയവുമാകട്ടെ, ശാരീരിക രോഗം മാത്രം എന്നല്ല, ഡോക്ടേഴ്സിന് ചെയ്യാൻ കഴിയാത്ത കേസ് എന്ന് മാത്രമല്ല, ഏത് വിഷയത്തിലും, നിയമപരമായോ ജോലിയിലേതോ
കുടുംബത്തിനകത്തുള്ളതോ ഒക്കെയായ ഏത് വിഷയവുമാകട്ടെ, അതിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങേക്ക് മനസ്സാകണമേ. സ്തോത്രം. വിടുവിപ്പാൻ, സൗഖ്യമാക്കുവാൻ, അനുഗ്രഹിപ്പാൻ, എല്ലാ വിഷയങ്ങളിലും മനസ്സാകണമേ എന്ന് മാത്രം നമുക്ക് ദൈവത്തോട് യാചിക്കാം. പ്രിയ നമ്മുടെ സഹോദരിയെ ഈ അവസ്ഥയിൽ നിന്നും വിടുവിപ്പാൻ അവിടുത്തേക്ക് മനസ്സാകട്ടെ എന്ന് നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിനു സ്തോത്രം. ഒരിക്കൽ കൂടെ പരിശുദ്ധ തൃത്വത്തിന് സ്തോത്രം ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവമക്കളായി വിലയ്ക്കു വാങ്ങപ്പെട്ട എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ സ്നേഹത്തോടും ആദരവോടും അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ആഴ്ചയുടെ അവസാന ദിവസവും കൂടെ ഈ മാസത്തിൻ്റെയും 2026 ഏപ്രിൽ മാസത്തിൻ്റെയും അവസാനത്തെ ശനിയാഴ്ച ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം കൃപ തന്നല്ലോ. എല്ലാ ആഴ്ചയും ഞാൻ പറയുന്നത് ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും, കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളത്തെ പുനരുത്ഥാന ദിവസത്തിൽ പുനരുത്ഥാനം ചെയ്ത മശിഹയുടെ മഹത്വമുള്ള സാന്നിധ്യത്തിൽ നമുക്ക് സഭായോഗം ആചരിപ്പാൻ കൃപ ലഭിക്കുമാറാകട്ടെ. സ്തോത്രം. അതേസമയം തന്നെ സഭായോഗത്തിനായി കൂടി വരുവാൻ ഇടമില്ലാതെയോ നിയമപരമായ അനുവാദമില്ലാതെയോ ഒക്കെ ഇരിക്കുന്ന നമ്മുടെ കൂട്ട സഹോദരങ്ങളെയും ഓർക്കാം. ദൈവം അവരെയുമൊക്കെ അതാതിടങ്ങളിൽ കാത്ത് സൂക്ഷിക്കട്ടെ. കൂട്ടായ്മകൾക്ക് അവസരങ്ങൾ ദൈവം നൽകുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. വരുന്ന പുതിയ ആഴ്ചയും കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്കൊക്കെ അനുഗ്രഹകരമാകട്ടെ. തിങ്കളും ചൊവ്വായും നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. അഥവാ വല്ല സാധ്യതയുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. സാധ്യത കുറവാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനത്തിലേക്ക് ഇനി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. നമ്മുടെ ഇടയിൽ ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ചിലരോടുള്ള ബന്ധത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യം വായിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരാം. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽക്കുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 8 വരെയുള്ള വാക്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം 9-ാമത്തെ വാക്യവും നമ്മൾ പഠിച്ചു. പിന്നീട് നാം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മനുഷ്യ ജന്മം എടുത്തതിൻ്റെ ഉദ്ദേശം എന്തെന്നും യേശുക്രിസ്തുവിന്റെ ജഡധാരണം കൊണ്ട് മനുഷ്യജാതിക്കുണ്ടായ പ്രയോജനം എന്തെന്നും പഠിക്കുകയായിരുന്നു ഇന്നലെ വരെ. ഏതാണ്ട് 15ഓളം കാര്യങ്ങളാണ് ഈ 9 മുതൽ 18 വരെയുള്ള ഏകദേശം 10 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. സ്തോത്രം. ആ വിഷയങ്ങളിൽ എന്തെങ്കിലും ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പഠിക്കാനായിട്ടുണ്ടോ? സംശയങ്ങളായിട്ടോ വല്ലതും? ഒന്നുമില്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. എങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ പതിവ് പോലെ പദാനുപദമായ ഒരു വ്യാഖ്യാന രീതിയാണല്ലോ നമ്മൾ പിന്തുടരുന്നത്. ആ രീതിയിൽ നമുക്ക് 8 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക്
ഒന്നും കൂടെ പോകാം. 8-ാം വാക്യം ഒന്നും കൂടെ വായിക്കാമല്ലോ. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ പറയുന്നത് മനുഷ്യനെ കുറിച്ചാണ്, ആദാമ്യവർഗത്തെ കുറിച്ചാണ് എന്നത്രേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ സൃഷ്ടി ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും പിന്നീട് അവൻ എങ്ങനെയായി തീർന്നു എന്നും 8-ാമത്തെ വാക്യം വരെ, 5 തൊട്ട് 8 വരെ അപ്പോസ്തലൻ പറയുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഒന്നും കൂടെ ഒന്ന് വിളക്കി ചേർക്കുകയാണ് ഇനിയുള്ള നമ്മുടെ പഠനത്തിന് സഹായകമാകും വണ്ണം. നമ്മൾ കണ്ടു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ ആയിരുന്നു എന്ന്. അതിനെ നമ്മൾ ഒറ്റ വാചകത്തിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്: ഫോർ ഫെലോഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. നമ്മൾ ഒത്തിരി കേട്ട് തഴമ്പിച്ച ഒരു പ്രയോഗമാണ്, അതുകൊണ്ട് മറക്കില്ലായിരിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്കും കൂട്ടവകാശത്തിനും വേണ്ടിയാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ വസിക്കുക, ദൈവിക അധികാരം സൃഷ്ടിയുടെ മേൽ നടത്തുക. അതാണ് കൂട്ടവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപ്പറ്റിയാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. അവന്റെ സൃഷ്ടിയെപ്പറ്റി പറയുന്നു ദൂതന്മാരെക്കാൾ. സങ്കീർത്തനം 8 നമ്മൾ കാണുന്നത് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ വ്യാഖ്യാനിച്ചു പഠിച്ചതാണല്ലോ. പിന്നെ ഒന്ന്, ബഹുമാനവും തേജസ്സും അവനെ അണിയിച്ചു. നീ അവനെ ഒന്ന് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. പിന്നെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. മൂന്നാമതായി നാം കാണുന്നു ദൈവത്തിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് മനുഷ്യനെ അധിപതിയാക്കി. പിന്നീട് സകലവും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. അതിന്റെ വിശദീകരണമാണ് 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്. സകലവും അവന്റെ കാൽ കീഴാക്കിയതിൽ ഒന്നിനെയും കാൽ കീഴാക്കാതെ വിട്ടിട്ടില്ല. സകലത്തെയും എന്ന് പറഞ്ഞാൽ സകല സൃഷ്ടിയെയും, സൂര്യചന്ദ്ര വാനഗോളങ്ങൾ ഉൾപ്പെടെ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ സകലത്തെയും തന്നെ ദൈവം ആദാമിനും അവന്റെ വർഗത്തിനും കീഴാക്കി കൊടുത്തു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നാം അവിടെ കാണുന്നു. 8-ാം വാക്യത്തിൽ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അർത്ഥം നമുക്കറിയാം, നമ്മൾ പഠിച്ചു. പാപമാണ് ഈ ദൈവീക ഉദ്ദേശത്തിൽ നിന്നും ദൈവം അവന് കൊടുത്ത അധികാരത്തിൽ നിന്നും അവനെ മാറ്റിക്കളഞ്ഞത്, അവന് നഷ്ടം വരുത്തിയത്. എന്ന് വെച്ചാൽ
പാപം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും അപകടകരമായ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലോ. എന്താണ്? Takes you away from God. Yes, takes man away from God. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്നു. അതുകൊണ്ടാണ് പാപത്തിന് അങ്ങനെ ഒരു നിർവചനവും നമ്മൾ കൊടുക്കുന്നത്. എനിത്തിങ് ആൻഡ് എവ്രിതിങ് that separate us from God is sin. Whether a person or a thing or something else. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതെന്തും പാപം. പാപത്തിനുള്ള വളരെ ലളിതമായ നിർവചനമാണത്. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നത് എന്തും, അകറ്റുന്നതെല്ലാം പാപമാണ്. അത് ഒരുപക്ഷെ വ്യക്തികളാകാം, വസ്തുക്കളാകാം, മറ്റെന്തെങ്കിലും വിഷയങ്ങളാകാം. എന്തായിരുന്നാലും അത് പാപം. നമ്മൾ പാപത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണമെന്നില്ല പാപം ചെയ്യുവാൻ. സ്തോത്രം. It's not necessary to do some prohibited thing to commit a sin. സ്തോത്രം. പക്ഷേ ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും, അതിൽ തന്നെ അശുദ്ധമല്ലാത്ത കാര്യങ്ങൾ പോലും, തന്നിൽ തന്നെ പാപമല്ലാത്ത വിഷയങ്ങൾ പോലും നമുക്ക് പാപം ആകാം. ആ ഒരു കാഴ്ചപ്പാടോടെ വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ മുമ്പിൽ ശ്രേഷ്ഠകരമായത് ദൈവം മുമ്പാകെ, ബാക്കി പൂരിപ്പിക്കാമോ? An abomination. യെസ്, അബോമിനേഷൻ, അറപ്പാകുന്നത്. സ്തോത്രം. അറപ്പാകുന്നത്. സ്തോത്രം. ലൂക്കോസ് 16:15 നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ലോകത്തിൽ മനുഷ്യരുടെ മുമ്പാകെ ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്, മാന്യമാണ്. The things that are noble before men, but abomination before God. They are not abominable in themselves. അതിൽ തന്നെ അവയൊന്നും വെറുപ്പല്ല, പാപമല്ല. പക്ഷേ അത് നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്നതിനാൽ അത് പാപമായി മാറുന്നു. സ്തോത്രം. അപ്പോൾ പാപം ചെയ്യുന്നത് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുക എന്നതാണ്. Sin is that which separates man from God. ഇവിടെ പാപം വന്നപ്പോൾ ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അത് അവന് നൽകപ്പെട്ട അധികാരഭംഗത്തിലേക്കും നയിച്ചു. അത്രയുള്ള വിഷയം. സ്തോത്രം. ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ, സ്തോത്രം, എല്ലാം നഷ്ടപ്പെടും. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവിക കൂട്ടായ്മയിൽ നിലനിന്നാൽ, സ്തോത്രം, നമുക്കൊന്നും നഷ്ടമേശില്ല. ഒരു നല്ല ഉദാഹരണം, ഒന്നല്ല ഒന്നിലധികം നമുക്ക് തിരുവെഴുത്തിലുണ്ട്. അതിലൊന്ന്
ചെറുബാലനായ യോസേഫ്, പഴയ നിയമത്തിലെ യോസേഫ്, വീട്ടിലെ ഇളയ പുത്രനാണ്. ഇപ്പോൾ അമ്മയില്ലാതെയാ വളരുന്നത്. അതുകൊണ്ട് അവനൊരല്പം മാനസിക പ്രയാസമുണ്ട്. അവന്റെ മമ്മിയുടെ ചേച്ചി തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാലും, യോസെഫിന്റെ മമ്മി ജീവിച്ചിരുന്ന കാലം തൻ്റെ മെറ്റേണൽ ആൻറ്റിയോട്, അമ്മയുടെ ചേട്ടത്തിയോട്, സ്വന്തം അമ്മ ചെയ്തതും അവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങളുമൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ലേയമ്മച്ചി യോസെഫിനെയൊക്കെ ഓർപ്പിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ മറ്റു മക്കളും ഓർപ്പിക്കുന്നുണ്ടാകാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പന് അവൻ വത്സലപുത്രനാണ്. ചിലപ്പോൾ ഇളയ ബെന്യാമീനേക്കാൾ കൂടുതൽ യാക്കോബ് സ്നേഹിച്ചത് യോസെഫിനെയാണ്. അതുകൊണ്ട് യോസെഫിന് ഒരു പ്രത്യേക കുപ്പായമൊക്കെ ഉണ്ടാക്കിച്ചു കൊടുത്തു. നമുക്കറിയാം, അപ്പൻ്റെ വാത്സല്യത്തിന് പാത്രമാകുന്ന വ്യക്തികൾ, ഞാൻ ആത്മീയ വിഷയത്തിലാണ് പറയുന്നത് കേട്ടോ, ദൈവപിതാവിൻ്റെ പ്രത്യേക കരുണയ്ക്ക്, കരുതലിന് പാത്രമാകുന്ന വ്യക്തികൾ മനുഷ്യരുടെ കണ്ണിൽ മിക്കപ്പോഴും നിന്ദിതരായിരിക്കും എന്നതിന് സംശയമില്ല. സ്തോത്രം. അപ്പൻ അവന് തയ്പ്പിച്ചു കൊടുത്ത കുപ്പായം നിമിത്തം സഹോദരന്മാരൊക്കെ അവനെ ദ്വേഷിച്ചു. അതങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് സ്വപ്നങ്ങളും കാണുന്നു. അതും മനസ്സിൽ വയ്ക്കാതെ യോസേഫ് തൻ്റെ കുടുംബത്തിൽ പരസ്യമായി പറയുന്നു. നമ്മുടെയൊക്കെ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണത്തിനൊക്കെ ഇരുന്ന സമയത്തായിരിക്കും എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടം കൂടി, അന്ന് മേശയൊന്നുമില്ല കേട്ടോ, അങ്ങനെ പറയുക, മേശയുടെ ചുറ്റും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വഴിക്ക് കൊച്ചുപയ്യനുമല്ലേ, പപ്പായോടും മമ്മിയോടും ഒക്കെ പറഞ്ഞതായിരിക്കും രണ്ട് സ്വപ്നങ്ങളും. അതൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്വപ്നങ്ങളുടെ അർത്ഥവും ഏതാണ്ടൊക്കെ യാക്കോബിനും മറ്റു മക്കൾക്കും മനസ്സിലായതുകൊണ്ടാണല്ലോ ദ്വേഷിച്ചത്. ഒടുവിൽ അപ്പൻ തന്നെ ചോദിക്കുകയും ചെയ്യുന്നു, നീ എന്താ ഈ പറയുന്നേ? ഞാൻ നിന്റെ അമ്മയും നിന്റെ മുമ്പാകെ കുമ്പിടുവെന്നോ? യോസേഫ് അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാൻ നിന്നില്ല. സ്വപ്നം കണ്ടത് പറഞ്ഞു. അവൻ വേറെ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അപ്പൻ അവനെ സ്നേഹിച്ചതുകൊണ്ടും കുപ്പായം തയ്പ്പിച്ച് കൊടുത്തതുകൊണ്ടും ഈ രണ്ട് സ്വപ്നങ്ങൾ കണ്ട് അത് പറഞ്ഞതുകൊണ്ടുമൊക്കെ സഹോദരന്മാർ അവനെ ദ്വേഷിച്ചു. അവൻ്റെ അമ്മയുടെ മക്കളല്ലെന്ന് മാത്രമേ ഉള്ളൂ, അമ്മയുടെ ചേച്ചിയുടെ മക്കളാ, സ്വന്തം അപ്പൻ്റെ മക്കളാ. അവർ ദ്വേഷിച്ചു. പിന്നീട് യോസെഫിനോട് ചെയ്തതൊക്കെ നമുക്കറിയാം അല്ലേ? യോസെഫിനെ വീട്ടിൽ വെച്ച് തന്നെ ദ്വേഷിച്ചതാണ് അവർ. അത് യോസെഫിനറിയാം. യോസെഫ് വീട്ടിലുള്ള സമയത്തും ബുദ്ധിമാനാണല്ലോ. അതുകൊണ്ട് സഹോദരന്മാരുടെ പിണക്കവും അവരുടെ ഇങ്ങനെ കല്ലുവെച്ചുള്ള സംസാരവും ഒക്കെ യോസെഫിന് വീട്ടിൽ വെച്ച് തന്നെ മനസ്സിലായതാ. ബുദ്ധിയില്ലാത്തവനല്ല. എത്രമാത്രം ബുദ്ധിമാനായിരുന്നു, ജ്ഞാനിയായിരുന്നു എന്നുള്ളത് നമുക്ക് യോസെഫിനെ പറ്റി ഇപ്പോൾ അറിയാം. അവൻ വിശുദ്ധൻ മാത്രമായിരുന്നില്ല, ജ്ഞാനിയും കൂടെയായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരുടെ വിദ്വേഷത്തെപ്പറ്റി യോസേഫ് നേരത്തെ വീട്ടിൽ വെച്ച് തന്നെ മനസ്സിലാക്കിയതാണ്. എന്നിട്ടും സഹോദരന്മാരുടെ ക്ഷേമം അറിയാൻ
അവരെ സ്നേഹിച്ചുകൊണ്ട് യോസേഫ് പോയി. ഞങ്ങൾ ഉപദേശിമാരാണ് ഈ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഉപദേശിയാണല്ലോ, 50 പേരുണ്ടെന്നിരിക്കട്ടെ, 50 പേര്, അല്ലെങ്കിൽ പോട്ടെ ഒരു 20 കുടുംബം എന്ന് വെച്ചോ, 20 കുടുംബം 20 കുടുംബം ഉണ്ടെങ്കിൽ എങ്ങനെ ആയാലും ശരി ഒരു 3-4 കുടുംബമെങ്കിലും എന്നോട് ഇഷ്ടക്കേടുള്ളവർ കാണും. അപ്പം ചിലപ്പോൾ ഇഷ്ടക്കേടൊക്കെ ഇങ്ങനെ മറനീക്കി പുറത്തു വരും. ചിലപ്പോൾ ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇങ്ങനെ മാനസികമായി വളരെ അകന്നിരിക്കുമ്പോഴും എന്നെ ഒട്ടും, ഉപദേശി എന്ന നിലയിലാണേ, അവരുടെ ഉപദേശി എന്ന നിലയിൽ എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ 5 കുടുംബങ്ങൾ, എനിക്കതറിയാം, നാട്ടുകാർക്കും മുഴുവനും അറിയാം. പക്ഷേ നമ്മുടെ ഇടയിൽ പാസ്റ്ററൽ വിസിറ്റ് എന്നും പറഞ്ഞൊരു സംഗതിയുണ്ട്. പണ്ട് ആഴ്ചയിൽ ഒരിക്കലായിരുന്നു, ഇപ്പം മാസത്തിൽ ഒന്നായി. അപ്പം മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ വീട്ടിൽ പാസ്റ്ററൽ വിസിറ്റിന് വേണ്ടി ചെല്ലണം. പക്ഷെ അറിയാം, അവർക്ക് എന്നെ ഇഷ്ടമല്ല. പോകാതിരിക്കാൻ പറ്റുമോ? പോയേ പറ്റൂ. അവർ തരുന്ന ചായയുടെ കണക്കും മുമ്പിൽ വിളമ്പി വെച്ച മിക്സ്ചറിന്റെ കണക്കും അവർ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ജനറൽ ബോഡിക്ക് പറഞ്ഞതാ, എനിക്കറിയാം. എന്നാലും ശരി, ചെല്ലുമ്പം അവർ വെള്ളവും ചായയും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും. കുടിക്കാൻ പറ്റുമോ, കുടിക്കാതിരിക്കാൻ പറ്റുമോ? ലോക്കൽ സഭാ പാസ്റ്റേഴ്സിന്റെ ധർമ്മസങ്കടമാണ് ഞാൻ ഈ പറയുന്നത്. ലോക്കൽ സഭാ പാസ്റ്റർമാരല്ലെങ്കിൽ പിന്നെ പോകണ്ട, അവർക്ക് ഇതൊരു പ്രയാസമല്ല. ലോക്കൽ സഭാ ശുശ്രൂഷകന്മാർ ചിലരുണ്ട്, ഇനി അങ്ങനെയുള്ളിടത്ത് പോകുന്നില്ല എന്ന് വെക്കുന്നവർ. എന്നാൽ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. ഏതാണ്ട് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ യോസേഫ്. തന്നെ ഈ ചേട്ടന്മാർക്ക് ഇഷ്ടമല്ലെന്നറിയാം. പക്ഷേ അപ്പൻ പറയുകയാണ്, മോനെ, നീ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ട് അവരുടെ ക്ഷേമമൊക്കെ അറിഞ്ഞിട്ട് വാ. ചെല്ലുമ്പം എന്ത് ചെയ്യുമെന്ന് ഏകദേശമൊക്കെ യോസേഫിന് അറിയാം. യോസേഫിനെ പോലെയുള്ള ഒരാൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം. എന്നിട്ടും യോസേഫ് പോയി. ചെന്നിടത്ത് കണ്ടില്ല, തിരിച്ചു വരാതെ അന്വേഷിച്ച് പിടിച്ചവർ പോയിടത്തേക്ക് പോയി. ചെന്ന് കഴിഞ്ഞ് ചെയ്തതൊക്കെ നമുക്കറിയാം. അവനെ വിറ്റതുവരെ ബോധമില്ലാതെ ഒന്നും കിടക്കായിരുന്നില്ല. അത്രയുമൊക്കെ ആയിട്ടും യോസേഫിന് തൻ്റെ സഹോദരന്മാരോട് പകയോ പിണക്കമോ വിദ്വേഷമോ വൈരാഗ്യമോ ഉണ്ടായോ? ഇല്ല. സ്തോത്രം. അവിടെ നിന്നും പോത്തിഫേറിന്റെ ഭവനത്തിൽ സംഭവിച്ച കാര്യങ്ങളും നമുക്കറിയാം. അവിടെയും പോത്തിഫേറിനോടോ തൻ്റെ ഭാര്യയോടോ പോലും യോസേഫിന് കയ്പുണ്ടായിരുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരാഗ്രഹത്തിൽ ചെന്ന് കഴിഞ്ഞ് അപ്പക്കാരുടെ പ്രമാണിയും വീഞ്ഞ കൊടുക്കുന്നവരുടെ പ്രമാണിയും പാനപാത്രവാഹകൻ, അതിൽ അപ്പക്കാരനെ തൂക്കിക്കൊന്നു, പോട്ടെ, മറ്റവനുണ്ടല്ലോ. പക്ഷേ അവനും പുറത്തു പോയ ശേഷം എന്നെക്കുറിച്ചൊന്ന് ഓർത്തോണേ, രാജാവിനോട് പറയണേ എന്ന് പറഞ്ഞു വിട്ടിട്ടുകൂടെ അവൻ ഓർക്കാതിരുന്നിട്ട് എന്തേ അവനോട്
യോസേഫിന് കലിപ്പോ കയ്പോ തോന്നിയോ? ഇല്ല. പിന്നീട് നമുക്കറിയാം, യോസേഫിന്റെ സഹോദരന്മാരോട് യോസേഫിന് കയ്പുണ്ടായിരുന്നില്ല എന്ന്. കാരണം അവർ യോസേഫാണെന്ന് അറിയാതെ യോസേഫിന്റെ അടുക്കൽ വന്നിട്ടും യോസേഫ് അവരോട് കയ്പായി ഇടപെട്ടില്ല. യോസേഫിന്റെ ഈ സ്വഭാവ ഗുണങ്ങൾ യോസേഫിന് പ്രയോജനപ്പെട്ടോ? അതെ. അതുകൊണ്ട് ദൈവം അവനെ എന്ത് ചെയ്തു? ഉയർത്തി. അവന് അധികാരം നൽകി. അവനെ ദ്വേഷിച്ച, അവനെ കൊല്ലാനൊരുങ്ങിയ, അവനെ വിറ്റുകളഞ്ഞ, പൊട്ടക്കിണറ്റിൽ എറിഞ്ഞു കളഞ്ഞ സ്വന്തം സഹോദരന്മാരോട് പോലും ഒരു വാക്കുകൊണ്ടാകട്ടെ വിദ്വേഷം പ്രകടിപ്പിച്ചില്ല. പകരം അവരോട് യോസേഫിന് സ്നേഹമേ തോന്നിയുള്ളൂ. അവരോട് യോസേഫ് ക്ഷമിച്ചു. അതുകൊണ്ടാണ് അവർ തിരികെ പോകാൻ നേരം പറഞ്ഞു വിട്ടത്, ദേ വഴി കിടന്ന് അടിയൊന്നും ഉണ്ടാക്കരുത്. കാരണം അവർ പറഞ്ഞതും ചെയ്തതും ഒക്കെ അറിയാമല്ലോ. തമ്മിൽ അന്നേ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയത്തില്ലേ. അടിയുണ്ടാക്കരുത്, ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചു. നിങ്ങളുടെ നന്മയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇവിടേക്ക് വിട്ടുവെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, യോസേഫിന്റെ ജീവിതത്തിലെ ഈ ഗുണം, ഈ സ്വഭാവ വൈശിഷ്ട്യം യോസേഫിനെ ഉയർത്തി. സ്വന്തം സഹോദരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ യോസേഫിന്റെ കാൽ കീഴാകുവാൻ അത് കാരണമായി. അത് തന്നെ നമ്മൾ ദാനിയേലിന്റെ വിഷയത്തിലും കാണുന്നുണ്ട്. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ കപ്പൽ യാത്രയിലും നാം അത് കാണുന്നു. ദൈവം തന്നെ പൗലോസിനോട് വെളിപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ധൈര്യമായിരിക്കുക, നിന്റെ കൂടെയുള്ള എല്ലാവരെയും ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. പ്രിയരെ, ഏദൻ മുതലുള്ള ദൈവീകമായ ഒരു പദ്ധതിയാണത്. യോസെഫിനെ കുറിച്ച് അല്പം കൂടുതൽ ഞാൻ പറഞ്ഞൊന്ന് സംശയിക്കുന്നു. എങ്കിലും നമ്മളിപ്പോൾ വായിച്ച 8-ാം വാക്യവുമായി അതിനെ ഒന്ന് ബന്ധപ്പെടുത്തുകയാണ്. സ്തോത്രം. ബന്ധപ്പെടുത്തുക. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വിശുദ്ധിയിൽ, അവൻ പാപം ചെയ്യാതെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ കഴിയുകയും തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിനിധിയായി സൃഷ്ടികളെ ഭരിക്കുകയും, പക്ഷേ പാപം അവനെ ദൈവിക കൂട്ടായ്മയിൽ നിന്നും അകറ്റി. അതുകൊണ്ട് ദൈവം അവന് നൽകിയിരുന്ന അധികാരം നഷ്ടപ്പെട്ടു, റിവോക്ക് ചെയ്തു. ഞങ്ങളൊക്കെ ഉപദേശിമാരാണെങ്കിലും ഓർഡിനേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ നിങ്ങൾക്കറിയാം. ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ എൻ്റെ അറിവിൽ, ചർച്ച് ഓഫ് ഗോഡിനുണ്ട്, ഏജിക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 3 ക്രെഡൻഷ്യൽസ് ആണുള്ളത്. 3 ക്രെഡൻഷ്യൽ. നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ പോലും, അല്ലെങ്കിൽ പ്രൊഫസേഴ്സും ഒക്കെ പോലും ജോയിൻ ചെയ്താലും ആദ്യമൊന്നും അവരാരും HOD ആകത്തില്ല. അവർ ജൂനിയർ, അല്ലെങ്കിൽ അസോസിയേറ്റ്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്നൊക്കെ നിലയിലാണ് അവരിങ്ങനെ പതിയെ അപ്പോയിന്റഡ് ആകുന്നത്. എന്നതുപോലെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ആദ്യം എക്സോട്ടർ
പിന്നീട് ഓർഡൈൻഡ് മിനിസ്റ്റർ, പിന്നെ ഓർഡൈൻഡ് ബിഷപ്പ്. ഞങ്ങളൊക്കെ ബിഷപ്പുമാരാട്ടോ. ഓർഡൈൻഡ് ബിഷപ്പ് മീൻസ് ഓർഡിനേഷൻ, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ ഓർഡിനേഷൻ. സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റിലും എഴുതിയിട്ടുണ്ട്, അല്ലാതെ നിയമാവലിക്കകത്തും എഴുതിയിട്ടുണ്ട്. ഓർഡിനേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ഒക്കെ തന്നു. ഇനിയിപ്പം കല്യാണവും ശവമടക്കവും ഉള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യാം. ഒക്കെ ആണെങ്കിലും എഴുതിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടികൾ നിങ്ങൾക്കെതിരെ സ്വീകരിക്കുകയോ പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുകയോ നിങ്ങളെ പുറത്ത് കളയുകയോ ചെയ്താൽ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് റിവോക്ക് ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ ഔദ്യോഗികമായ നിലകളിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സ്ഥാപനങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം ഒരു ഡോക്ടറായിട്ട് മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ ലൈസൻസ് റദ്ദാക്കും, റിവോക്ക് ചെയ്യും. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ റിവോക്ഡ് ആകും, അല്ലെങ്കിൽ പറയുന്ന പേരുകൾ പലതായിരിക്കും എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയായിരുന്നു ദൈവം ആദാമിനും കൂട്ടർക്കും കൊടുത്ത അധികാരം. അവര് പാപം ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? റിവോക്ക് ചെയ്തു. ദൈവം അത് ക്യാൻസൽ ചെയ്തു. അത് സസ്പെൻഷനിലാകാം, ടെർമിനേഷനിലാകാം. ഇവിടെ ദൈവം മനുഷ്യന്റെ സൃഷ്ടിയുടെ മേൽ നൽകപ്പെട്ടിരുന്ന അധികാരത്തെ റിവോക്ക് ചെയ്തു, തടഞ്ഞു വെച്ചു. ഇപ്പൊ നാം 8-ാമത്തെ വാക്യത്തിൽ വായിച്ചു, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലവും അവന്റെ കാൽ കീഴ് ആക്കിയിരിക്കുന്നു. സ്തോത്രം. ആ കാൽ കീഴ്, everything was given under his subjection. All things, everything means everything. Nothing was left out of the authority of man. മനുഷ്യന്റെ അധികാരത്തിന് പുറത്തുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല സൃഷ്ടികളിൽ, സ്രഷ്ടാവൊഴികെ. ദൂതന്മാരുൾപ്പെടെ സകലവും മനുഷ്യന്റെ കാൽ കീഴെയാണ് ആക്കപ്പെട്ടിരുന്നത്. സ്രഷ്ടാവായ ദൈവത്തിന് മാത്രമേ അതിൽ നിന്ന് ഒഴിവുണ്ടായിരുന്നുള്ളൂ. യോസേഫിനോട് ഫറവോൻ പറഞ്ഞതുപോലെ, സ്തോത്രം, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് മീതെയായിരിക്കും. ഫറവോൻ ഒഴികെ ബാക്കി എല്ലാവരെയും ഫറവോൻ യോസേഫിന്റെ കാൽ കീഴിലാക്കി. ഇതുപോലെ സ്രഷ്ടാവായ ദൈവം ഒഴികെ സകലത്തെയും സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യന്റെ കാൽ കീഴിലാക്കി. ദൂതന്മാർ ഉൾപ്പെടെ, കേട്ടോ, ദൂതന്മാർ ഉൾപ്പെടെ. അന്ന് പക്ഷേ ദൂതന്മാരുടെ മേൽ പ്രത്യേക അധികാരമൊന്നും അവർക്ക് നടത്തേണ്ടിയിരുന്നില്ല.
അതുകൊണ്ട് നമുക്ക് തൽക്കാലം അങ്ങ് ക്രോഡീകരിക്കാം, കാണപ്പെടുന്ന സകല ചരാചരങ്ങളുടെയും മേൽ കാണപ്പെടാത്ത സാത്താന്യ ആത്മശക്തികളുടെ മേലും ആദം ഹവ്വമാർക്ക് ദൈവം അധികാരം നൽകിയിരുന്നു. ആ അധികാരം നാമും എല്ലാവരും ഉപയോഗിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം നമുക്കിവിടെ കാണാം. പക്ഷേ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. സബ്ജക്ഷൻ, ഹ്യൂപ്പോടാസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉള്ളത്. ഹ്യൂപ്പോടാസോ. ഹ്യൂപ്പോ, HUPO എന്ന് പറഞ്ഞാൽ അണ്ടർ, കീഴെ, അണ്ടർ. ടാസോ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ഓർഡർലി, അറേഞ്ച് ഇൻ ഓർഡർലി മാനർ. അപ്പം ഹ്യൂപ്പോ എന്ന് പറഞ്ഞാൽ അണ്ടർ, ടാസോ എന്ന് പറഞ്ഞാൽ ഓർഡർ, അറേഞ്ച് ഇൻ ആൻ ഓർഡർലി മാനർ. ഹ്യൂപ്പോടാസോ എന്ന ഒരു പദത്തെയാണ് കീഴാക്കി കൊടുത്തു എന്ന് നാം 8-ാം വാക്യത്തിൽ വായിക്കുന്ന. അതിന് പകരമായിട്ട് മൂലവാക്ക് കാൽ കീഴാക്കിയിരിക്കുന്നു. God has given everything under subjection. അതിൽ ഹ്യൂപ്പോ എന്ന് പറഞ്ഞാൽ കീഴെ എന്നും ടാസോ എന്ന് പറഞ്ഞാൽ ക്രമീകൃതമായി വയ്ക്കുക എന്നുമാണ്. ഓർഡറായിട്ട്, ക്രമമായി വയ്ക്കുക എന്നുമാണ്. അങ്ങനെ വരുമ്പോൾ ഹ്യൂപ്പോടാസോയുടെ അർത്ഥം, കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന പദത്തിന്റെ അർത്ഥം, സബ്ജക്ഷൻ എന്നതിന്റെ അർത്ഥം, ദൈവം സകലവും അവന്റെ കാൽ കീഴിൽ ക്രമീകൃതമായി അടക്കി ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നാണ്. മനുഷ്യന്റെ കാൽ കീഴിൽ, ആദമിന്റെ കീഴിൽ സകലത്തെയും ക്രമമായി വെച്ചിരിക്കുന്നു എന്നാണ്. ക്രമമായി വെച്ചിരിക്കുന്നുവെന്ന്. സ്തോത്രം. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 20-ാം വാക്യത്തിൽ നിന്ന് 19-20 വാക്യങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് കണ്ടതായിരുന്നുവല്ലോ. ഒന്നും കൂടെ ആ വാക്യം വായിച്ചോളൂ, ശബ്ദം ഒന്ന് മാറി കേൾക്കാമല്ലോ. For the creation waits with eager longing for the revealing of the sons of God. For the creation was subjected to futility, not willingly, but because of him who subjected it, in hope that the creation itself will be set free from its bondage to corruption and obtain the freedom of the glory of the children of God. See, twice there we see subjected or subjection. കീഴാക്കി കൊടുത്തവൻ, കീഴാക്കുക എന്ന, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന 2 പ്രയോഗങ്ങൾ നമുക്ക് അവിടെ 20-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇതേ പദമാണ് അവിടെ ഹ്യൂപ്പോടാസോ. ഹ്യൂപ്പോടാസോ, സബോർഡിനേഷൻ, സകലവും അവന്റെ കാൽ കീഴെ. ഇവിടെ 2 പ്രധാന അർത്ഥങ്ങൾ ഈ പദത്തിന് ഉള്ളതെന്ന് നമുക്കറിയാം. അതിലൊന്ന്, കാൽ കീഴാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രയോഗമാണ്. ഇന്ന് ആ പദം അത്ര സ്വീകാര്യമല്ല. എന്നാൽ നേരത്തെ രാജാക്കന്മാരുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം, രാജസിംഹാസനങ്ങൾ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള, ഉയർന്നു നിൽക്കുന്ന, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും.
നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അപ്പന്മാർ ഇപ്പം വലിയ കാര്യമായിട്ട് അങ്ങനൊന്നും കാണാറില്ല. ഇപ്പൊ എല്ലാം സോഫ സെറ്റും ഒക്കെ ആയതുകൊണ്ട്, എന്നാലും ചിലയിടത്തുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാരണവര്, അതാരാണോ അദ്ദേഹം, ഇരിക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു ചാരു കസേരയെങ്കിലും ഉണ്ട്. ഒരെണ്ണമേ കാണത്തുള്ള തരം, 2 കാണത്തില്ല, ഒരെണ്ണം. അതിൽ പിള്ളേർക്കാർക്കും കയറി ഇരിക്കാൻ അനുവാദമൊന്നുമില്ല. കാരണവർ മാത്രമേ അതിൽ ഇരിക്കത്തുള്ളൂ. മറ്റാർക്കും അനുവാദമില്ല. ഇവൻ പ്രായം കുറഞ്ഞവരും ഭാര്യയോ മക്കളോ ഒക്കെ ആണെങ്കിൽ മിക്കവാറും അന്നൊക്കെ നിലത്തിരിക്കത്തതേ ഉള്ളൂ. ഇതുപോലെ പണ്ട് രാജാക്കന്മാർ അവരുടെ സിംഹാസനം എന്നാണ് പറയുന്നത്. സിംഹ ആസനം. സിംഹവും ആസനവും നമുക്കറിയാല്ലേ. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമെന്നേ ഉള്ളൂ. സിംഹാസനം, ആ സിംഹത്തിന്റെ ആ ഒരു പ്രൗഢിയൊക്കെയാണ് അതിന്. പലരും കൈവെക്കാനുള്ള ആംറസ്റ്റ്, കൈവെക്കാനുള്ള ഇത്, അല്ലെങ്കിൽ തലയുടെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന അളവിൽ പല രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ശലോമോന്റെ സിംഹാസനത്തെ കുറിച്ചൊക്കെ നമുക്ക് ബൈബിളിൽ തന്നെ രേഖയുണ്ട്. അപ്പോൾ ആ പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ ഇരിപ്പിടങ്ങൾ, സിംഹാസനങ്ങൾ ഉയർന്നതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വരുന്നവരോ ഒക്കെ തൻ്റെ കാലിന് താഴെയായിരിക്കും ഇരിക്കുക. അന്നൊക്കെ രാജാക്കന്മാരെ സാഷ്ടാംഗം വണങ്ങും. ചിലരാണെങ്കിൽ പ്രണമിക്കും, സാഷ്ടാംഗം പ്രണമിക്കും. In older days, kings' thrones were on an elevated place, and throne itself was a very huge seat. And therefore kings were often seated above other people, subjects, even above his queen. റാണിക്ക് പോലും മുകളിലായിരിക്കും രാജാവിൻ്റെ സ്ഥാനം, ഇരിപ്പിടം. റാണി പോലും വന്ന് കുമ്പിട്ടിട്ട് നമസ്കരിച്ചിട്ട് രാജാവിനോട് വല്ലതും പറയാൻ പറ്റും. എസ്തേറിന്റെയൊക്കെ വിഷയത്തിൽ നമുക്കതറിയാം. പല സമയങ്ങളിലും രാജാവിൻ്റെ പാദങ്ങളെ ചുംബിക്കുമായിരുന്നു പ്രണമിച്ചുകൊണ്ട്. Subjects would bow down to the king. Sometimes they used to kiss the feet of the king. And therefore, it is said, the subjects of that king are under his foot. അതുകൊണ്ട് തൻ്റെ പ്രജകൾ ഈ രാജാവിൻ്റെ കാൽ കീഴെ എന്ന് പറയപ്പെടാമായിരുന്നു. അതുപോലെ സൃഷ്ടികളുടെ മേൽ രാജാവായി ഭരണം നടത്തേണ്ടിയിരുന്നവനാണ് ആദാം. പക്ഷേ എന്തുമാത്രം അധപ്പതനത്തിലേക്ക് വീണു എന്നറിയാമല്ലോ. മറ്റൊരു പ്രയോഗം, ഈ പദം ഹിപ്പോറ്റാസോ, ഇറ്റ്സ് എ മിലിറ്ററി വേർഡ്. ഒരു പട്ടാള പ്രയോഗമാണിത്. പ്രത്യേകിച്ച് യുദ്ധസമയങ്ങളിൽ, അല്ലാത്തപ്പോഴുമുണ്ട്, പ്രത്യേകിച്ച് യുദ്ധസമയങ്ങളിൽ ഒരു കമാൻഡറിൻ്റെ, ഒരു ക്യാപ്റ്റന്റെ, ഒരു മിലിറ്ററി നിയമിക്കപ്പെട്ട അധികാരിയുടെ കീഴെ
ഓരോ ഓരോ പടയാളികളെ ഓരോരോ ഉത്തരവാദിത്വങ്ങളുമായും ഓരോരോ യുദ്ധക്കോപ്പുകളുമായും യുദ്ധായുധങ്ങളുമായും ഇങ്ങനെ ക്രമീകൃതമായി നിൽക്കുന്ന ഒരു പട്ടാള രീതിയെ കാണിക്കാനും ഈ പദം ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ, കാൽക്കീഴാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി ഇരിക്കുന്നു, കീഴ്പ്പെടുത്തിയിരുന്നു എന്നൊക്കെയുള്ള പ്രയോഗത്തിനുണ്ട്. ഒന്ന്, രാജാവിൻ്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ട് പ്രജകൾ തന്നെ നമസ്കരിക്കുന്ന അവസ്ഥയും, രണ്ട്, ഒരു പട്ടാള അധികാരിയുടെ കീഴിൽ പട്ടാളക്കാരെ, ജവാന്മാരെയും അവരുടെ ആയുധങ്ങളെയും ഉത്തരവാദിത്വങ്ങളോടുകൂടെ ഇങ്ങനെ വിന്യസിക്കുന്ന രീതിയും ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതിന് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പല എന്താണ് പറയുന്നത് റെഫറൻസുകളും പ്രയോഗങ്ങളുമുണ്ട്. അതായത് ഈ ഹിപ്പോടാസോ എന്ന പദം നമുക്ക് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഏതാണ്ട് 31 വാക്യങ്ങളിലായി 38 പ്രാവശ്യം കാണാം. 31 വാക്യങ്ങളിലായി 38 പ്രാവശ്യം കാണാം. ഈ 38 റെഫറൻസും പറഞ്ഞു തരിക എന്നത് ഒത്തിരി സമയം പോകുന്നതായതുകൊണ്ട് ഞാൻ റെഫറൻസുകൾ പറയുന്നില്ല. പകരം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഞാനത് ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാവുന്നതാണ്, എഴുതി പഠിക്കുന്നവർക്ക്. പുട്ട് ഇൻ സബ്ജക്ഷൻ എന്ന് 5 പ്രാവശ്യവും, സബ്ജക്റ്റ് എന്ന് 16 പ്രാവശ്യവും, സബ്ജക്റ്റഡ് എന്ന് 7 പ്രാവശ്യവും, സബ്ജക്റ്റിംഗ് എന്ന് ഒരിക്കലായിട്ടും, സബ്മിസീവ് എന്ന് 3 പ്രാവശ്യവും, സബ്മിറ്റ് എന്ന് 2 പ്രാവശ്യവും, ഇങ്ങനെ 38 പ്രാവശ്യം 31 വാക്യങ്ങളിലായി നമുക്ക് ഈ പദം കാണാം. ഈ പദം 8ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന പദം. അതിൻ്റെ താഴെ 8ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പദമാണ് കീഴാക്കിയിരിക്കുന്നു. ആ പദം നമുക്ക് 8ാം വാക്യത്തിൽ 3 പ്രാവശ്യം കാണാൻ പറ്റും. അത് ഹ്യൂപ്പോകാറ്റോ എന്നൊരു പദമാണ്. ഹ്യൂപ്പോകാറ്റോ, അതും 11 പ്രാവശ്യമുണ്ട്, 11 വാക്യങ്ങളിലായി. അതും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പിന്നെ ഈ ഹ്യൂപ്പോകാറ്റോ എന്നുള്ളത് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് തർജ്ജമയിൽ കാണുന്നതാണ്. അത് വളരെയേറെ ഉണ്ട്. അതും കൂടെ ഞാൻ ഇട്ടേക്കാം, ആവശ്യമുള്ളവർ ഒന്ന് നോക്കിക്കോളൂ, വ്യക്തിപരമായിട്ട് പഠിക്കാൻ വേണ്ടി. സ്വർഗത്തിൽ പോകാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സ്തോത്രം. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുന്ന ഒരു രീതിയിൽ ഇതിങ്ങനെ പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ മനുഷ്യന് ദൈവം ഇതെല്ലാം കീഴാക്കി കൊടുത്തിരുന്നു. പാപം അവനെ ദൈവത്തിൽ നിന്നും അകറ്റി ദൈവിക അധികാരം നഷ്ടപ്പെട്ടവനാക്കി അവനെ മാറ്റി. അവൻ ഒരിക്കൽ ഭരിച്ചിരുന്നവയ്ക്ക് അവൻ കീഴ്പ്പെട്ടു പോയി. എന്നാൽ നമുക്കതിൽ ഇന്ന് നിരാശപ്പെടാനായിട്ടില്ല. സാക്ഷാൽ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അവൻ്റെ ക്രൂശ് മരണം കൊണ്ട് നമുക്കതെല്ലാം അനേക മടങ്ങായി വർദ്ധിത അവസ്ഥയിൽ തിരികെ തരുവാൻ ദൈവത്തിന് പ്രസാദമായി എന്ന് നമുക്ക് 9ാമത്തെ മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണാം. അതുകൊണ്ട് ആദം ഹവ്വമാർക്കുണ്ടായ വീഴ്ചയിൽ പോലും നമുക്ക്
കാരണം അതും നമുക്കൊരു നഷ്ടമായി തീരാതെ അധികം ശ്രേഷ്ഠമായതിനെ പ്രാപിക്കുവാൻ യേശുക്രിസ്തു മൂലം ദൈവം നമുക്ക് കൃപ ചെയ്തിരിക്കുന്നു. ആകയാൽ പ്രിയരെ, ഇന്ന് രാത്രി നമുക്ക് ആ ക്രൂശിങ്കലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. സ്തോത്രം. ആദാം ഏദനിൽ നഷ്ടപ്പെടുത്തിയതിൻ്റെ അനേക മടങ്ങ് നമുക്ക് തിരികെ തന്ന്, നമുക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട, ആദാമിന് നഷ്ടപ്പെട്ടത് ഭൂമിയിലെ അക്ഷരീയ ഏദൻ പറുദീസയാണെങ്കിൽ, യേശുക്രിസ്തു നമുക്ക് തൻ്റെ പരമയാഗത്തിലൂടെ തിരികെ തരുന്നത് സ്വർഗീയ പറുദീസയാണ്. ഏദന്റെ നടുവിലുണ്ടായിരുന്ന ജീവവൃക്ഷത്തിലെ ഫലം ആദമിന്, പാപം ചെയ്ത ആദമിന് വിലക്കപ്പെട്ടെങ്കിൽ, ഒടുക്കത്തെ ആദമായ യേശുക്രിസ്തുവിൽ കൂടെ പാപമോചനം പ്രാപിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗീയ പറുദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ തരുമെന്ന വാഗ്ദത്തം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആകയാൽ സ്തോത്രം, ഒടുക്കത്തെ ആദമായ പൂർണ്ണ മനുഷ്യനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ ഈ പുത്രത്വത്തിന്റെ പദവിക്കായി സ്തോത്രം ചെയ്തും ലഭിക്കുവാനിരിക്കുന്ന തേജസ്സിനായി കാത്തിരുന്നും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമുക്ക് അത്യാർത്തിയോടെ പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് വരുന്നു, മാറാനാഥ. അവന്റെ വരവിനായി നമുക്കൊരുങ്ങുവാൻ ഈ വചനങ്ങളും മുഖാന്തരങ്ങളായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.